അപ്പോൾ നമ്മൾ ക്യൂബ്, ക്യൂബോയിഡ്, സിലിണ്ടർ ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ ഇനി കോണാണ്. കോണിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് വരുന്നത്? നമുക്കൊരു ഐസ്ക്രീം കോൺ അല്ലേ, ഐസ്ക്രീം കോണിൻ്റെ ഷേപ്പ്. അല്ലെങ്കിലോ നമ്മൾ ചെറുപ്പത്തിൽ തൊപ്പിയൊക്കെ ഉണ്ടാക്കിയിരുന്നു, പേപ്പർ ഇങ്ങനെ ചുറ്റി വെച്ചിട്ട്, ഇല ഇങ്ങനെ ചുറ്റി വെച്ചിട്ട് ഒക്കെ ഒരു തൊപ്പി, അങ്ങനെ ആ ഒരു തൊപ്പീൻ്റെ ഷേപ്പ് അങ്ങനെയൊക്കെ വരുന്ന ഒന്നാണ് കോണ്. അപ്പോൾ അതെങ്ങനെയാണ്? ചുറ്റും ഇങ്ങനെ ഒരു ട്രയാങ്കിളിനെ പോലെ മുകളിലും താഴെ ഒരു സർക്കിളിൻ്റെ കേസും. അപ്പോൾ കോണിൻ്റെ മെഷർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. കോണ് വരുമ്പോൾ താഴെ ഒരു സർക്കിൾ വരും. അപ്പോൾ നമ്മൾ സിലിണ്ടറിന് പറഞ്ഞ പോലെ ആ സർക്കിളിന് ഒരു റേഡിയസ് കൊടുക്കും അല്ലേ, അവിടെ ഒരു ആറുണ്ട്. ദെൻ അതിന് കുത്തനെ വരുന്ന ഒരു ഹൈറ്റ് ഉണ്ട്, എച്ച്. ഈ കുത്തനെ വരുന്ന ഹൈറ്റും അല്ലാതെയോ ഈ ചെരിഞ്ഞ് വരുന്ന ഒരു സംഭവമുണ്ട്. ഈ ചെരിഞ്ഞ് വരുന്ന സംഭവം എന്താണ്? സ്ലാൻഡ്, ചെരിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിന് സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയും. അതിന് നമ്മൾ എൽ എന്ന് ഡിനോട്ട് ചെയ്യും. അപ്പോൾ എല്ലും എച്ചും ആറുമാണ് കോണിൻ്റെ കേസിലുള്ളത്. ദെൻ നമുക്ക് കോണിൽ കണ്ടെത്താനുള്ള പഠിക്കാനുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്ലോസ്ഡ് സർഫസ് ഏരിയ. ക്ലോസ്ഡ് സർഫസ് ഏരിയ അതിന് ചുറ്റും വരുന്നതാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്ലോസ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും ഒക്കെ ഒഴിവാക്കിയിട്ടുള്ളതാണ്. ഇവിടെ കോണിന് നമുക്ക് മുകൾ ഭാഗമില്ല, താഴ്ഭാഗം വരുന്ന ആ ഒരു സർക്കിൾ, ആ സർക്കിൾ ഒഴിവാക്കിയിട്ട് എടുക്കാം. സോ അതിന് വരുന്നതാണ് പൈ ആർ എൽ. ക്ലോസ്ഡ് സർഫസ് ഏരിയ ഓഫ് എ കോണ് എന്താണ്? പൈ ആർ എൽ. ദെൻ ടോട്ടൽ സർഫസ് ഏരിയ. ടോട്ടൽ സർഫസ് ഏരിയ എന്താണ്? നമുക്ക് ഈ ക്ലോസ്ഡ് സർഫസ് ഏരിയൻ്റെ കൂടെ ബാക്കി വരുന്ന ഏരിയയും കൂടെ ആഡ് ചെയ്യുന്നതാണ് ടോട്ടൽ സർഫസ് ഏരിയ. എന്താണ് ബാക്കി വരുന്ന ഏരിയ എന്ന് പറഞ്ഞത്? ക്ലോസ്ഡ് സർഫസ് ഏരിയക്ക് നമ്മൾ ഈ താഴെ വരുന്ന ഈ ഒരു സർക്കിളിൻ്റെ ഏരിയ ഒഴിവാക്കിയിട്ടാണ് ചെയ്തത്. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയക്ക് നമുക്കിങ്ങനെ ക്ലോസ്ഡ് സർഫസ് ഏരിയൻ്റെ കൂടെ താഴെ വരുന്ന ഈ സർക്കിളിൻ്റെ ഏരിയ, ഒരു സർക്കിളിൻ്റെ ഏരിയ എന്താണ്? പൈ ആർ സ്ക്വയർ ആണ്. സോ ഈ സർക്കിളിൻ്റെ ഏരിയയും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ കംപ്ലീറ്റുള്ള ഏരിയ നമുക്ക് കിട്ടും. അപ്പോൾ എന്താണത് ചെയ്യുക? ക്ലോസ്ഡ് സർഫസ് ഏരിയ പൈ ആർ എൽ കിട്ടി. ദെൻ നമുക്കറിയാം ഒരു സർക്കിളിൻ്റെ ഏരിയ പൈ ആർ സ്ക്വയർ ആണ്. പൈ ആർ എൽ പ്ലസ് പൈ ആർ സ്ക്വയറിൽ പൈ ആർ കോമൺ ആണ്. നമ്മൾ ഈ പൈ ആറിനെ കോമൺ ആയിട്ട് പുറത്തെടുത്താൽ പൈ ആർ ഇൻറ്റു എൽ പ്ലസ് ആർ. ഓക്കെ. അപ്പോൾ ദെൻ അടുത്തത് നമുക്ക് വോളിയമാണ് കണ്ടെത്താനുള്ളത്. എന്താണ് വോളിയം ഓഫ് എ കോൺ? അതിൻ്റെ ഉള്ളിൽ എത്ര വെള്ളം വരും, എത്ര നമുക്കതിൽ സാധനം നിറക്കാൻ പറ്റും എന്ന് നോക്കുന്നതാണ് വോളിയം അല്ലേ. അപ്പോൾ നമ്മൾ ഒരു കോണിൽ വെള്ളം നിറക്കുക, ഒരു കോൺ ഷേപ്പിലൊരു സംഭവം എടുത്തിട്ട് അതിൽ വെള്ളം നിറക്കുക. എന്നിട്ടത് നമ്മളൊരു സിലിണ്ടർ, അതായത് ഈ കോണിൻ്റെ അതേ റേഡിയസ് വരുന്ന ഒരു സിലിണ്ടർ എടുക്കുക. അതേ റേഡിയസും അതേ ഹൈറ്റും വരുന്നത് എടുക്കണേ. എന്നിട്ട് ഈ കോണിലെടുക്കുന്ന വെള്ളം നമ്മൾ ഈ സിലിണ്ടറൊക്കെ ഒഴിച്ചാൽ അതിൻ്റെ മൂന്നിലൊരു ഭാഗത്തെ അത് നിറയുള്ളൂ. സെയിം ഹൈറ്റിലും സെയിം റേഡിയസിലും എടുത്ത ഒരു കോണും സിലിണ്ടറിലും കോണിലെടുത്ത വെള്ളം ഈ സിലിണ്ടറിലേക്ക് ഒഴിക്കുമ്പോൾ അതിൻ്റെ 1/3 പാർട്ടേ മൂന്നിലൊരു ഭാഗേ നിറയുള്ളൂ. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഒരു സിലിണ്ടറിൻ്റെ ഏരിയ, സിലിണ്ടറിൻ്റെ വോളിയത്തിൻ്റെ 1/3 പാർട്ടാണ് കോണിൻ്റെ വോളിയം. അപ്പോൾ സിലിണ്ടറിൻ്റെ വോളിയം പൈ ആർ സ്ക്വയർ എച്ച് ആണ്. കോണിൻ്റെ വോളിയം എന്ത് കിട്ടും? 1/3 പൈ ആർ സ്ക്വയർ എച്ച് കിട്ടും. നമുക്ക് കോണിൽ പഠിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് എഴുതി നോക്കാം. എന്തൊക്കെയാണ് പഠിച്ചത്? ക്ലോസ്ഡ് സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ, ദെൻ വോളിയം. ക്ലോസ്ഡ് സർഫസ് ഏരിയ എന്താ കിട്ടിയത്? ക്ലോസ്ഡ് സർഫസ് ഏരിയ പൈ ആർ എൽ കിട്ടി. ടോട്ടൽ സർഫസ് ഏരിയ കിട്ടാൻ അതിൻ്റെ കൂടെ നമ്മൾ സർക്കിളിൻ്റെ ഏരിയ പൈ ആർ സ്ക്വയറും കൂടെ ആഡ് ചെയ്തു. ദെൻ പൈ ആർ എൽ പ്ലസ് പൈ ആർ സ്ക്വയറിൽ നമ്മൾ കോമൺ ആയിട്ടുള്ള തന്നെ പുറത്തെടുത്ത് നമുക്ക് കിട്ടിയ ഇക്വേഷൻ പൈ ആർ ഇൻറ്റു എൽ പ്ലസ് ആർ. വോളിയം എന്താണ്? വോളിയം കോണിൻ്റെ വോളിയം എന്ന് വെച്ചാൽ 1/3 ഓഫ് വോളിയം ഓഫ് സിലിണ്ടറാണ്. സിലിണ്ടറിൻ്റെ വോളിയത്തിൻ്റെ മൂന്നിലൊരു ഭാഗമാണ് 1/3 പൈ ആർ സ്ക്വയർ എച്ച്.